ഹായ് എവരി വൺ, ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ന്യൂ അപ്ഡേറ്റുമായിട്ടാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇന്ന് പറയാൻ പോകുന്നത് കേന്ദ്ര സർക്കാർ BIS-ൻ്റെ കീഴിൽ നല്ല ശമ്പളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണിത്. വിവിധ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ലാസ്റ്റ് ഡേറ്റ്, ഏജ് ലിമിറ്റ് എന്നിങ്ങനെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ. കേന്ദ്ര സർക്കാർ BIS-ൽ സ്ഥിര ജോലി. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് BIS ഇപ്പോൾ അസിസ്റ്റൻ്റ് ഡയറക്ടർ, പേഴ്സണൽ അസിസ്റ്റൻ്റ്, അസിസ്റ്റൻ്റ് സെക്ഷൻ ഓഫീസർ, അസിസ്റ്റൻ്റ് സ്റ്റൈനോഗ്രാഫർ, സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ്, ടെക്നിക്കൽ അസിസ്റ്റൻ്റ്, സീനിയർ ടെക്നീഷ്യൻ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വിവിധ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൽ മൊത്തം 345 ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ബ്യൂറോ ഓഫ് ഇന്ത്യയിൽ സ്റ്റാൻഡേർഡ്സിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് പറയുന്നത് പ്രധാനപ്പെട്ട തീയതികളാണ്. അപേക്ഷ ആരംഭിക്കുന്ന തീയതി 9 സെപ്റ്റംബർ 2024 അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 30 സെപ്റ്റംബർ 2024 മുമ്പേ ആയിട്ട് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കേണ്ടതാണ്. നെക്സ്റ്റ് BIS റിക്രൂട്ട്മെൻറ്റ് 2024 ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ്. സ്ഥാപനത്തിൻ്റെ പേര് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് BIS. ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് ജോബാണ്. റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. നെക്സ്റ്റ് പറയുന്നത് തസ്തികയുടെ പേരാണ്. അസിസ്റ്റൻ്റ് ഡയറക്ടർ, പേഴ്സണൽ അസിസ്റ്റൻ്റ്, അസിസ്റ്റൻ്റ് സെക്ഷൻ ഓഫീസർ, അസിസ്റ്റൻ്റ് സ്റ്റൈനോഗ്രാഫർ, സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ്, ടെക്നിക്കൽ അസിസ്റ്റൻ്റ്, സീനിയർ ടെക്നീഷ്യൻ. നെക്സ്റ്റ് പറയുന്നത് തസ്തികയുടെ പേര്, ഒഴിവുകളുടെ എണ്ണം, ശമ്പളം. തസ്തികയുടെ പേരാണ് അസിസ്റ്റൻ്റ് ഡയറക്ടർ. ഒഴിവുകളുടെ എണ്ണം 3 സാലറി 56,100, പിന്നീട് 1,77,500 രൂപ വരെ കൂടുതലായി സാലറി ലഭിക്കുന്നൊരു ജോബാണ്. നെക്സ്റ്റ് പേഴ്സണൽ അസിസ്റ്റൻ്റ്. വേക്കൻസി വന്നിട്ടുള്ളത് 27, സാലറി 35,400, പിന്നീട് സാലറി 1,12,400 രൂപ വരെ കൂടുതലായി ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് അസിസ്റ്റൻ്റ്. വേക്കൻസി വന്നിട്ടുള്ളത് 1, സാലറി 35,400, പിന്നീട് 1,12,400 രൂപ വരെ കൂടുതലായി സാലറി ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് സ്റ്റൈനോഗ്രാഫർ. വേക്കൻസി വന്നിട്ടുള്ളത് 19, സാലറി 25,500, പിന്നീട് 81,100 വരെ കൂടുതലായി സാലറി ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ്. വേക്കൻസി 128, 25,500 സ്റ്റാർട്ടിംഗ് സാലറി, പിന്നീട് 81,100 വരെ. നെക്സ്റ്റ് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ്. 78 വേക്കൻസി വന്നിട്ടുള്ളത്. സാലറി 19,900 രൂപ വരെ സ്റ്റാർട്ടിംഗ് ലഭിക്കുന്ന സാലറിയാണ്. 63,200 രൂപ വരെ പിന്നീട് സാലറി കൂടുതലായി ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ്. 27 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. സാലറി 35,400, പിന്നീട് 1,12,400 രൂപ വരെ പിന്നീട് സാലറി കൂടുതലായി ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് സീനിയർ ടെക്നീഷ്യൻ. വേക്കൻസി വന്നിട്ടുള്ളത് 18, സാലറി 25,500, പിന്നീട് 81,100 രൂപ വരെ പിന്നീട് കൂടുതലായി സാലറി ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് ടെക്നീഷ്യൻ. വേക്കൻസി വന്നിട്ടുള്ളത് 1, സാലറി 19,900, പിന്നീട് 63,200 രൂപ വരെ കൂടുതലായി സാലറി ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. തസ്തികയുടെ പേര്, അതുപോലെ തന്നെ പ്രായപരിധി. തസ്തികയുടെ പേരാണ് അസിസ്റ്റൻ്റ് ഡയറക്ടർ.
പ്രായപരിധി 35. പേഴ്സണൽ അസിസ്റ്റൻ്റ് 30. അസിസ്റ്റൻ്റ് സെക്ഷൻ ഓഫീസർ 30. അസിസ്റ്റൻ്റ് 30. സ്റ്റൈനോഗ്രാഫർ 27. സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് 27. ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് 27. ടെക്നിക്കൽ അസിസ്റ്റൻ്റ് 30. സീനിയർ ടെക്നീഷ്യൻ 27. ടെക്നീഷ്യൻ 27. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള അപ്ലിക്കേഷൻ ഫീസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. കാറ്റഗറി OBC കാറ്റഗറിയിൽപ്പെട്ടവർക്ക് അപേക്ഷാ ഫീസ് 800. SC ST PWBD ഫീമെയിൽ കാറ്റഗറിയിൽപ്പെട്ടവർക്ക് അപേക്ഷാ ഫീസ് ആവശ്യമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. EWS കാറ്റഗറിയിൽപ്പെട്ടവർക്ക് 800. നെക്സ്റ്റ് പറയുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഓരോ തസ്തികയ്ക്കും വിവിധ തരത്തിലുള്ള വിദ്യാഭ്യാസ യോഗ്യതയാണ് വേണ്ടത്. എന്തൊക്കെയാണെന്ന് നോക്കാം. 1. അസിസ്റ്റൻ്റ് ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഫിനാൻസ് ധനകാര്യം. CA CWA സബോർഡിനേറ്റ് അക്കൗണ്ട് സർവീസ് അക്കൗണ്ടൻറ്റ്. MBA ഫിനാൻസ്. സ്പെഷ്യലൈസേഷനോടെ കൂടാതെ കേന്ദ്ര സംസ്ഥാനത്ത് ബന്ധപ്പെട്ട മേഖലയിൽ കുറഞ്ഞത് 3 വർഷത്തെ പരിചയം, അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനം, അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി സർക്കാർ, അല്ലെങ്കിൽ നിയമാനുസൃത അല്ലെങ്കിൽ സ്വയംഭരണ സ്ഥാപനം, പ്രശസ്ത സർക്കാർ ഏജൻസി. നെക്സ്റ്റ് അസിസ്റ്റൻ്റ് ഡയറക്ടർ മാർക്കറ്റിംഗ് ആൻഡ് കൺസ്യൂമർ അഫയേഴ്സ്. MBA മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷനിൽ ബിരുദാനന്തര ബിരുദം PG ഡിപ്ലോമ അല്ലെങ്കിൽ സോഷ്യൽ വർക്കറിൽ ബിരുദാനന്തര ബിരുദം PG ഡിപ്ലോമ കൂടാതെ കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി യൂണിയൻ ടെറിട്ടറി ഗവൺമെൻറ് അല്ലെങ്കിൽ സ്വയംഭരണ സ്ഥാപനം അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനം അല്ലെങ്കിൽ പ്രശസ്ത സർക്കാർ ഏജൻസി എന്നിവയിൽ മാസ് കമ്മ്യൂണിക്കേഷൻ, മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് മേഖലയിൽ 5 വർഷത്തെ പരിചയം. നെക്സ്റ്റ് അസിസ്റ്റൻ്റ് ഡയറക്ടർ ഹിന്ദി. ബിരുദതലത്തിൽ ഇംഗ്ലീഷിൽ ഒരു വിഷയമായി ഹിന്ദിയിൽ ബിരുദാനന്തര ബിരുദം, PG ബിരുദം അല്ലെങ്കിൽ തത്തുല്യമായ ഒരു അംഗീകൃത സർവകലാശാല, അല്ലെങ്കിൽ ബിരുദതലത്തിൽ ഹിന്ദി ഒരു വിഷയമായി ഇംഗ്ലീഷിലുള്ള ഒരു അംഗീകൃത സർവകലാശാലയുടെ ബിരുദാനന്തര ബിരുദം, PG ബിരുദം അല്ലെങ്കിൽ തത്തുല്യം. അല്ലെങ്കിൽ ബിരുദതലത്തിൽ ഹിന്ദിയും ഇംഗ്ലീഷും വിഷയങ്ങളായി ഏതെങ്കിലും വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം, PG ബിരുദം അല്ലെങ്കിൽ അംഗീകൃത സർവകലാശാലയുടെ തത്തുല്യം, അല്ലെങ്കിൽ ബിരുദതലത്തിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി മീഡിയം, ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളുള്ള ഏതെങ്കിലും വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ PG ബിരുദം അല്ലെങ്കിൽ അംഗീകൃത സർവകലാശാലയുടെ തത്തുല്യം കൂടാതെ കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ, കേന്ദ്രഭരണ പ്രദേശ സർക്കാർ, നിയമാനുസൃതം, പൊതുമേഖലാ സ്ഥാപനം, സ്വയംഭരണ സ്ഥാപനം, പ്രശസ്ത സർക്കാർ ഏജൻസി എന്നിവയിൽ ഹിന്ദിയിൽ ടെർമിനോളജിക്കൽ വർക്കിൻ്റെ 5 വർഷത്തെ പ്രവൃത്തി പരിചയം കൂടാതെ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നിന്ന് ഹിന്ദിയിലേക്ക് അല്ലെങ്കിൽ തിരിച്ചും വിവർത്തനം ചെയ്യുക. നെക്സ്റ്റ് പേഴ്സണൽ അസിസ്റ്റൻ്റ്. അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം, കമ്പ്യൂട്ടർ പ്രാവീണ്യം, പരീക്ഷ, ദേശീയ നൈപുണ്യ യോഗ്യത ചട്ടക്കൂടിൻ്റെ ലെവൽ 6 വരെ എങ്കിലും ഉദ്യോഗാർത്ഥികൾ പ്രാവീണ്യം നേടിയിരിക്കണം. പരീക്ഷ യോഗ്യതയുള്ളതായിരിക്കണം. കൂടാതെ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഉള്ള ഷോർട്ട് ഹാൻഡ് ടെസ്റ്റ്, മിനിറ്റിൽ 100 വാക്കുകളിൽ 7 മിനിറ്റുള്ളിൽ ഡിക്റ്റേഷൻ ടെസ്റ്റ്, അത് ഉദ്യോഗാർത്ഥികൾ 45 മിനിറ്റിലും ഇംഗ്ലീഷ് ഡിക്റ്റേഷൻ 60 മിനിറ്റിലും ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ടതുണ്ട്. കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള അറിവും. നെക്സ്റ്റ് അസിസ്റ്റൻ്റ് സെക്ഷൻ ഓഫീസർ. അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഏതെങ്കിലും ബാച്ചിലേഴ്സ് ബിരുദം അല്ലെങ്കിൽ തത്തുല്യം കൂടാതെ കമ്പ്യൂട്ടർ പ്രാവീണ്യം പരീക്ഷ, അപേക്ഷകൻ ദേശീയ നൈപുണ്യ യോഗ്യത ചട്ടക്കൂടിൻ്റെ ലെവൽ 6 വരെയെങ്കിലും പ്രാവീണ്യം നേടിയിരിക്കണം. പരീക്ഷ യോഗ്യതയുള്ളതായിരിക്കണം. കൂടാതെ കമ്പ്യൂട്ടർ പ്രാവീണ്യത്തിൽ യോഗ്യതാ നൈപുണ്യ പരീക്ഷകളും. നെക്സ്റ്റ് അസിസ്റ്റൻ്റ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ. ഓട്ടോ CIDയിൽ കുറഞ്ഞത് 5 വർഷത്തെ പരിചയവും ടൈപ്പോഗ്രഫിയിൽ പ്രവർത്തന പരിജ്ഞാനവുമുള്ള സയൻസിൽ ബാച്ചിലേഴ്സ് ബിരുദം, അല്ലെങ്കിൽ ഓട്ടോ CIDയിൽ കുറഞ്ഞത് 5 വർഷത്തെ പരിചയവും ബന്ധപ്പെട്ട വിഷയത്തിൽ ഡ്രാഫ്റ്റ്സ്മാൻഷിപ്പും സയൻസിൽ ബാച്ചിലേഴ്സ് ബിരുദം അല്ലെങ്കിൽ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ എന്നിവയിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയും
ഓട്ടോ CIDയിൽ കുറഞ്ഞത് 5 വർഷത്തെ പരിചയവും ബന്ധപ്പെട്ട വിഷയത്തിൽ ഡ്രാഫ്റ്റ്സ്മാൻഷിപ്പും. സ്റ്റൈനോഗ്രാഫർ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം. കമ്പ്യൂട്ടർ പ്രാവീണ്യം പരീക്ഷ ദേശീയ നൈപുണ്യ യോഗ്യത ചട്ടക്കൂടിൻ്റെ ലെവൽ 5 വരെയെങ്കിലും സ്ഥാനാർത്ഥി പ്രാവീണ്യം നേടിയിരിക്കണം. പരീക്ഷ യോഗ്യതയുള്ളതായിരിക്കണം. കൂടാതെ ഷോർട്ട് ഹാൻഡ് ടെസ്റ്റ് മിനിറ്റിൽ 80 വാക്കുകളുടെ വേഗതയിൽ. ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ഷോർട്ട് ഹാൻഡ് ടെസ്റ്റ് അത് ഉദ്യോഗാർത്ഥികൾ യഥാക്രമം 50 അല്ലെങ്കിൽ 65 മിനിറ്റിനുള്ളിൽ കമ്പ്യൂട്ടറിൽ ട്രാൻസ്ക്രൈബ് ചെയ്യണം. നെക്സ്റ്റ് സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഏതെങ്കിലും ബിരുദം. കൂടാതെ കമ്പ്യൂട്ടർ പ്രാവീണ്യത്തിലെ യോഗ്യതാ നൈപുണ്യ പരീക്ഷ ഇതിൽ ഉൾപ്പെടുന്നു. വേഡ് പ്രോസസ്സിംഗ് ടെസ്റ്റ് 15 മിനിറ്റിനുള്ളിൽ. പ്രധാന ഡിപ്രഷനുകൾ മൈക്രോസോഫ്റ്റ് എക്സലിലെ സ്പ്രെഡ്ഷീറ്റിലെ ടെസ്റ്റ് 15 മിനിറ്റ്. കൂടാതെ പവർ പോയിൻറ്റിലെ ടെസ്റ്റ് മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് 15 മിനിറ്റ്. നെക്സ്റ്റ് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഏതെങ്കിലും ബിരുദം. കമ്പ്യൂട്ടർ പ്രാവീണ്യം പരീക്ഷ ദേശീയ നൈപുണ്യ യോഗ്യത ചട്ടക്കൂടിൻ്റെ ലെവൽ 5 വരെയെങ്കിലും ഉദ്യോഗാർത്ഥി പ്രാവീണ്യം നേടിയിരിക്കണം. പരീക്ഷ യോഗ്യതയുള്ളതായിരിക്കണം. കൂടാതെ ടൈപ്പിംഗ് സ്പീഡ് ടെസ്റ്റ് കമ്പ്യൂട്ടറിൽ മിനിറ്റിന് ഇംഗ്ലീഷിൽ 35 വാക്കുകൾ അല്ലെങ്കിൽ ഹിന്ദിയിൽ മിനിറ്റിൽ 30 വാക്കുകൾ. ടൈപ്പിംഗ് വേഗത വാക്കുകളും മിനിറ്റിൽ 30 വാക്കുകളും. ഓരോ വാക്കിനും ശരാശരി 5 ഡിപ്രഷനുകളിൽ 10,500. അനുവദനീയമായ സമയം 10 മിനിറ്റ്. നെക്സ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ലാബോറട്ടറി മെക്കാനിക്കൽ ഡിപ്ലോമ. നെക്സ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ലാബോറട്ടറി കെമിക്കൽ സയൻസിൽ ബിരുദം. രസതന്ത്രം പ്രധാന വിഷയങ്ങളിലൊന്നായി. നെക്സ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ലാബോറട്ടറി മൈക്രോബയോളജി കുറഞ്ഞത് 60% മാർക്കോടെ സയൻസിൽ ബിരുദം. മൈക്രോബയോളജി പ്രധാന വിഷയങ്ങളിലൊന്നായി. നെക്സ്റ്റ് സീനിയർ ടെക്നീഷ്യൻ കാർപ്പൻ്റർ മെട്രിക് അല്ലെങ്കിൽ അതിന് തുല്യമായത്. കാർപ്പൻ്ററിൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫിക്കറ്റ്. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ITI സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഗ്രേഡിൽ നാഷണൽ അപ്രൻറ്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് നേടിയ ശേഷം ബന്ധപ്പെട്ട ട്രേഡിൽ 2 വർഷത്തെ പ്രായോഗിക പരിചയം. നെക്സ്റ്റ് സീനിയർ ടെക്നീഷ്യൻ വെൽഡർ മെട്രിക് അല്ലെങ്കിൽ അതിന് തുല്യമായത്. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫിക്കറ്റ് ഇൻ വെൽഡർ പ്രസക്തമായ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ അതിന് തുല്യമായ വെൽഡർമാരുടെ യോഗ്യതാ പരീക്ഷയിൽ വിജയിച്ചിരിക്കണം. കൂടാതെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ITI സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ട്രേഡിൽ നാഷണൽ അപ്രൻറ്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് നേടിയ ശേഷം ബന്ധപ്പെട്ട ട്രേഡിൽ കുറഞ്ഞത് 2 വർഷത്തെ പ്രായോഗിക പരിചയം. നെക്സ്റ്റ് സീനിയർ ടെക്നീഷ്യൻ പ്ലംബർ മെട്രിക് അല്ലെങ്കിൽ അതിന് തുല്യമായത്. പ്ലംബറിലെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട ട്രേഡിൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ITI സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നാഷണൽ അപ്രൻറ്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് നേടിയ ശേഷം ബന്ധപ്പെട്ട ട്രേഡിൽ 2 വർഷത്തെ പ്രായോഗിക പരിചയം. നെക്സ്റ്റ് സീനിയർ ടെക്നീഷ്യൻ ഫിറ്റർ മെട്രിക് അല്ലെങ്കിൽ അതിന് തുല്യമായത്. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫിക്കറ്റ് ഇൻ ഫിറ്റർ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ITI സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ട്രേഡിൽ നാഷണൽ അപ്രൻറ്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് നേടിയ ശേഷം ബന്ധപ്പെട്ട ട്രേഡിൽ 2 വർഷത്തെ പ്രായോഗിക പരിചയം. നെക്സ്റ്റ് സീനിയർ ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻ വയർമാൻ മെട്രിക് അല്ലെങ്കിൽ അതിന് തുല്യമായത്. ഇലക്ട്രീഷ്യനിൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫിക്കറ്റ് വയർമാൻ ബന്ധപ്പെട്ട ട്രേഡിൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ITI സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നാഷണൽ അപ്രൻറ്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് നേടിയ ശേഷം ബന്ധപ്പെട്ട ട്രേഡിൽ 2 വർഷത്തെ പ്രായോഗിക പരിചയം. നെക്സ്റ്റ് ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻ വയർമാൻ മെട്രിക് അല്ലെങ്കിൽ അതിന് തുല്യമായത്. താഴെ പറയുന്ന ഏതെങ്കിലും ട്രേഡുകളിലെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫിക്കറ്റ്. ഇലക്ട്രീഷ്യൻ വയർമാൻ കൂടാതെ ബന്ധപ്പെട്ട ട്രേഡിലെ നാഷണൽ അപ്രൻറ്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്നാണ്. ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹോം പേജിൽ റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക. ഏത് തസ്തികയിലേക്കാണ് അപേക്ഷിക്കാൻ ആവശ്യപ്പെടുന്നത് അവയുടെ യോഗ്യതകൾ പരിശോധിക്കുക. കത്ത് സൈനപ്പ് ചെയ്യുക. അപേക്ഷ സമർപ്പിക്കുക. ഫീസ് അടച്ച് അപേക്ഷ സമർപ്പിക്കുക. ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്.
ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.